കഴിഞ്ഞ ദിവസം നമുക്കിവിടെ പൊറോട്ട കിട്ടി കേട്ടോ. നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ആയിട്ടാണ് കേട്ടോ എനിക്കിത് കഴിച്ചപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബാലൻസ് വന്നതിന് ഞാൻ അതേ ഫോയിൽ പേപ്പറിൽ തന്നെ വെച്ചിട്ട് റോൾ ചെയ്തെടുത്തു. ഇനി നമുക്കിത് വെച്ചിട്ട് ഒരു ഈസി ആയിട്ടുള്ളൊരു സംഭവം ചെയ്യാം. അതിന് വേണ്ടി ഞാനതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഈ ഒരെണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഒന്ന് മറിച്ചും തിരിച്ചും ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ചൂടാക്കി കഴിഞ്ഞാൽ ഈ പൊറോട്ടേനെ അതേ ഫോയിൽ പേപ്പറിലേക്ക് തന്നെ ഞാൻ മാറ്റുകയാണ്. ഇനി നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂട് കുറച്ചും കൂടി ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കത് മെല്ലെ നിവർത്തിയിട്ട് പൊറോട്ടയുടെ സെൻറ്ററിൽ നല്ല തിളച്ച കറി ഉണ്ടല്ലോ, നല്ല ചൂടുള്ള കറി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചാറും ഗ്രേവിയൊക്കെ ഉള്ള ആ കറി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതിൽ നമുക്ക് പൊറോട്ടേനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊറോട്ട നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ തലേന്ത പൊറോട്ടയും കൂടിയാണല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഇതാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ